ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണമാണ്, എല്ലാവരും നല്ല അടിച്ചു പൊളിക്കുകയാണ്. ഒരു കുറച്ച് സമയം നമ്മുടെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ സെപ്റ്റംബർ 5 തിരുവോണ ദിവസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇന്ത്യൻ നേവീസ് INS കാട്ട്മട്ട് അറൈവ്സ് ഇൻ പോർട്ട് മോസ്ബൈ ഫോർ പാപ്പുവ ന്യൂ ഗിനിയാസ് 5th ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ പാപ്പുവ ന്യൂ ഗിനിയയുടെ 50ാമത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നേവൽ ഷിപ്പ് ഏതാണ് മോസ്ബൈ പോർട്ടിൽ എത്തിയത്? ഏതാണ്? INS കാട്ട്മട്ട്. അപ്പോൾ arrived at Port Moresby, the capital of Papua New Guinea, to participate in country's 5th Independence Day celebration. അപ്പോൾ പാപ്പുവ ന്യൂ ഗിനിയയുടെ 50ാമത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് INS കാട്ട്മട്ട് എവിടെ എത്തി? പോർട്ട് മോസ്ബൈയിൽ എത്തിച്ചേർന്നു. Army Hospital R&R conducts first ever robotic laser cataract surgery using ALI system. അപ്പോൾ ആർമി ഹോസ്പിറ്റൽ എന്നാണ് ആദ്യത്തെ റോബോട്ടിക് ലേസർ കാറ്ററാക്ട് സർജറി കണ്ടക്ട് ചെയ്തു. ആദ്യത്തെ റോബോട്ടിക് ലേസർ കാറ്ററാക്ട് സർജറി ഏത് സിസ്റ്റം യൂസ് ചെയ്ത്? ALI സിസ്റ്റം യൂസ് ചെയ്ത് ആദ്യത്തെ റോബോട്ടിക് ലേസർ കാറ്ററാക്ട് സർജറി എന്താണ് conduct ചെയ്തു. became the first government institute in India and the second in South Asia to perform robotic custom laser cataract surgery. അപ്പോൾ റോബോട്ടിക് സർജറി നടത്തുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ, ഏഷ്യയിലെ രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് മാറി? നമ്മുടെ ആർമി ഹോസ്പിറ്റൽ R&R മാറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എവർ റോബോട്ടിക് ലേസർ കാറ്ററാക്ട് സർജറി ആർമി ഹോസ്പിറ്റൽ കണ്ടക്ട് ചെയ്തു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർജറി ലേസർ കാറ്ററാക്ട് സർജറി യൂസിങ് എന്താണ്? റോബോട്ടിക് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കാറ്ററാക്ട് സർജറി. യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ chaired the first ever സ്പോർട്സ് ഗുഡ്സ് മാനുഫാക്ചറിംഗ് കോൺക്ലേവ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ ആദ്യത്തെ സ്പോർട്സ് ഗുഡ്സ് മാനുഫാക്ചറിംഗ് കോൺക്ലേവ് എവിടാണ് നടന്നത്? ഫസ്റ്റ് എവർ സ്പോർട്സ് ഗുഡ് മാനുഫാക്ചറിംഗ് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ നടന്നു. ആൻഡ് ആ ഒരു ഇവന്റ് ചെയർ ചെയ്തത് ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. അപ്പോൾ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ചെയർ ചെയ്ത ആദ്യത്തെ സ്പോർട്സ് ഗുഡ്സ് മാനുഫാക്ചറിംഗ് കോൺക്ലേവ് ന്യൂഡൽഹിയിൽ നടന്നു. അതിൻ്റെ ഓർഗനൈസ് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് വിത്ത് നീതി ആയോഗ് ആണ് ഈ ഒരു കോൺക്ലേവ് ഓർഗനൈസ് ചെയ്തത്. For the first time, sports goods manufacturing has been formally added to the allocation of business rules 1961 under Ministry of Youth Affairs and Sports. അപ്പോൾ എന്താണ്? സ്പോർട്സ് ഗുഡ്സ് മാനുഫാക്ചറിങ് ഫോർമലി എന്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്? അലോക്കേഷൻ ഓഫ് ബിസിനസ് റൂൾസ് 1961 അലോക്കേഷൻ ഓഫ് ബിസിനസ് റൂൾസിൽ ആദ്യമായിട്ട് സ്പോർട്സ് ഗുഡ്സ് മാനുഫാക്ചറിങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കോൺക്ലേവ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. അതിന്റെ ഇവന്റ് ഓർഗനൈസ് ചെയ്തത് യൂത്ത് അഫയേഴ്സ് ആൻഡ് നീതി ആയോഗും കൂടെ ചേർന്നിട്ടുണ്ട്. യൂത്ത് അഫയേഴ്സ് മിനിസ്ട്രിയും നീതി ആയോഗും കൂടെ ചേർന്ന് ഈ ഒരു കോൺക്ലേവ് ഓർഗനൈസ് ചെയ്തു. അത് ചെയർ ചെയ്തത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് എന്താണ്? ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 റിലീസ് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിലീസ് ചെയ്തു. അപ്പോൾ ഏഷ്യയിൽ ഗ്ലോബലി എന്താണ്? ഏഷ്യയിൽ ടോപ്പ് നിൽക്കുന്നത് ഏത് രാജ്യമാണ്? ഏഷ്യയിൽ ടോപ്പ് നിൽക്കുന്നത് സിംഗപ്പൂരാണ്. ഏഷ്യയിൽ ടോപ്പ് നിൽക്കുന്നത് ഗ്ലോബലി അവരുടെ റാങ്ക് എത്രയാണ്? ഗ്ലോബലി 6th റാങ്ക് ആണ്. അപ്പോൾ അവരുടെ സേഫസ്റ്റ് ഏഷ്യയിൽ ഇതിനു മുൻപും അവർ തന്നെയായിരുന്നു. പക്ഷെ അവരുടെ സ്കോർ ചെറുതായിട്ടൊന്ന്, അവരുടെ റാങ്ക് ചെറുതായിട്ടൊന്ന് എന്താണ് മാറിയിട്ടുണ്ട്. ബട്ട് അവർ ഗ്ലോബലി 6th റാങ്ക് ആണ്. ആൻഡ് ഏഷ്യയിൽ ടോപ്പ് നിൽക്കുന്ന ആരാണ്? സിംഗപ്പൂർ. വിത്ത് സേഫ് സ്കോർ എത്രയാണ്? 1.357 ആണ് അവരുടെ സ്കോർ. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് എത്ര ആണ്? ഇന്ത്യയുടെ റാങ്ക് 115 ആണ്. കഴിഞ്ഞ വർഷവും ഇന്ത്യയുടെ റാങ്ക് എന്ത് തന്നെയായിരുന്നു? കഴിഞ്ഞ വർഷവും ഇന്ത്യയുടെ റാങ്ക് 115 തന്നെയായിരുന്നു. 2024 115 ആണ്. ഇപ്പോഴും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സെയിം തന്നെ. അപ്പൊ 163 രാജ്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പീസ് ഇൻഡെക്സ്, ഗ്ലോബൽ പീസ് ഇൻഡെക്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏഷ്യയിൽ ടോപ്പ് നിൽക്കുന്ന രാജ്യം സിംഗപ്പൂരാണ്. ഗ്ലോബലി സിംഗപ്പൂരിന്റെ റാങ്ക് എത്രയാണ്? 6th റാങ്ക് ആണ് ഗ്ലോബലി സിംഗപ്പൂരിൻ്റെത്.
അപ്പം ഗ്ലോബൽ ലിസ്റ്റിൽ ടോപ്പ് നിൽക്കുന്നത് ഏത് രാജ്യമാണ്? ഐസ്ലൻഡ് ആണ് ഗ്ലോബൽ ലിസ്റ്റിൽ ടോപ്പ് നിൽക്കുന്നത്. നമ്മുടെ സ്കോർ എത്രയാണ്? 1.095 ആണ് ഐസ്ലാൻഡിന്റെ സ്കോർ. ദെൻ സെക്കൻഡ് ഉള്ളത് അയർലൻഡ് ആൻഡ് തേർഡ് ന്യൂസിലാൻഡ്. ഇനി ഏഷ്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സിംഗപ്പൂരിന് തൊട്ട് താഴെ വരുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ, മലേഷ്യ ആണ്. ഈ സിംഗപ്പൂരിന് തൊട്ട് 1, 2, 3 സ്ഥാനങ്ങളിൽ ഏഷ്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിംഗപ്പൂരാണ്, സെക്കൻഡ് ജപ്പാനാണ്, തേർഡ് മലേഷ്യ. ഓക്കെ ആണല്ലോ. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ഗ്ലോബലി ടോപ്പ് നിൽക്കുന്ന രാജ്യം ഐസ്ലാൻഡ്, ഏഷ്യൻ ബേസിസിൽ ടോപ്പ് നിൽക്കുന്നത് സിംഗപ്പൂർ. ഇന്ത്യയുടെ റാങ്ക് 115 ആണ് ഇന്ത്യയുടെ റാങ്ക്. ഒരു ചേഞ്ചുമില്ല. കഴിഞ്ഞ വർഷവും 115 ആണ്, ഈ വർഷവും 115. International Cricket Council partners with Google as second global women's only partner. അപ്പോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആരുമായിട്ടാണ് വിമൻസ് ക്രിക്കറ്റിന്റെ ഭാഗമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത്? ഗൂഗിളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആൻഡ് എമേർജ്ഡ് ആസ് സെക്കൻഡ് ഗ്ലോബൽ വിമൻസ് ഓൺലി പാർട്ട്ണർ. അപ്പോൾ വിമൻസ് ഓൺലി പാർട്ട്ണർ, സെക്കൻഡ് വിമൻസ് ഓൺലി പാർട്ട്ണർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആരാണ്? ഫസ്റ്റ് യൂണിലിവർ ആണ്. അപ്പോൾ 2025 ആദ്യമായിട്ട് ഏകദേശം എന്താണ് ജൂലൈ ആ ഒരു ടൈമിൽ ആര് പാർട്ട്ണർ ആയിട്ടുണ്ട്? യൂണിലിവർ പാർട്ട്ണർ ആയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ആണ് വിമൻസ് ഗ്ലോബൽ വിമൻസ് ഓൺലി പാർട്ട്ണർഷിപ്പിന്റെ കേസാണ് ആദ്യം യൂണിലിവർ. സെക്കൻഡ് ഇപ്പോൾ റീസൺ ആയിട്ട് ഗൂഗിൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. Satvik Sairaj Rangireddy and Chirag Shetty. Satvik and Chirag win bronze at BWF World Championship 2025. അപ്പോൾ എന്താണ് BWF വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2025 ആരാണ് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയത്? സ്വാതിക് ആൻഡ് ചിരാഗ് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി. എന്നാണ് സെക്കൻഡ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മെഡലാണ്. ഇത് അവരുടെ രണ്ടാമത് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ. ഈ ഡ്യുവോ തന്നെ അവരുടെ സെക്കൻഡ് മെഡലാണ്. ജപ്പാനിൽ നടന്ന 2022 നടന്ന ചാമ്പ്യൻഷിപ്പിൽ അവർ എന്താണ് ബ്രോൺസ്, അവരുടെ ഫസ്റ്റ് ബ്രോൺസ് സെയിം ഡ്യുവോടെ സെയിം പെയറിന്റെ ആദ്യത്തെ ബ്രോൺസ് എന്നായിരുന്നു 2022 ജപ്പാനിൽ നടന്ന സമയത്ത് അവരുടെ ഫസ്റ്റ് ബ്രോൺസ് ആണ്. ഇപ്പോൾ അവര് എത്രാമത്തെ ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുണ്ട്? സെക്കൻഡ് ബ്രോൺസ്. അവർ സെയിം ഡ്യൂ ആരാണ്? സ്വാസ്തിക് ആൻഡ് ചിരാഗ് അവരുടെ സെക്കൻഡ് ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി. വേൾഡ് കോക്കനട്ട് ഡേ എന്നാണ്. വേൾഡ് കോക്കനട്ട് ഡേ നമ്മുടെ സ്വന്തം നാളികേരം അല്ലെ, തേങ്ങ. വേൾഡ് കോക്കനട്ട് ഡേ എന്നാണ് സെപ്റ്റംബർ 2. അൺകവറിംഗ് കോക്കനട്ട്സ് പവർ ഇൻസ്പയറിംഗ് ഗ്ലോബൽ ആക്ഷൻ അല്ലെ. എന്താണ് വേൾഡ് കോക്കനട്ട് ഡേ സെപ്റ്റംബർ 2 ആണ്. ഈ വർഷത്തെ തീം എന്താണ്? അൺകവറിംഗ് കോക്കനട്ട്സ് പവർ ഇൻസ്പയറിംഗ് ഗ്ലോബൽ ആക്ഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? IEPFA ലോഞ്ചസ് നിവേശക് ദീദി ഫേസ് 2 ഫോർ വിമൺ. അപ്പൊ IEPFA എന്താണ്? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി നിവേശക് ദീദിയുടെ രണ്ടാമത്തെ ഫേസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് നിവേശക് ദീദി. നമ്മളൊരു ഫിനാൻഷ്യൽ ഇനിഷ്യേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ലേഡീസിന് വേണ്ടിയിട്ട് ലേഡീസ് തന്നെ കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് എന്താണ് നിവേശക് ദീദി. അതിന്റെ ഫേസ് 2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ് ലോഞ്ച് ചെയ്തത്? IEPFA ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് അതോറിറ്റി ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ആൻഡ് ഈ ഇവന്റ് ലോഞ്ച് ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണിത് ലോഞ്ച് ചെയ്തത്. For women by women initiative empowers underserved women to educate peers on digital banking, fraud prevention and small investment. അപ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിന് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഏത്? നിവേശക് ദീദി. അതിന്റെ സെക്കൻഡ് ഫേസ് ലോഞ്ച് ചെയ്തത് IEPFA ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടാണ് ലോഞ്ച് ചെയ്തത്? ഹൈദരാബാദിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SSC MTS 2025 അല്ലേ, എല്ലാവരും എന്താണ് ഓണത്തിനിടയ്ക്ക് അതിൻ്റെ പ്രിപ്പറേഷനും കൂടി സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. എന്തായാലും നമുക്ക് നമ്മുടെ എക്സാം ആണല്ലോ മെയിൻ. ഓണം ഇനിയും വരും. അപ്പോൾ അടുത്ത വർഷം ഓണം അടിപൊളിയായിട്ട് ഫാമിലിയോടൊപ്പം ആഘോഷിക്കണമെങ്കിൽ കയ്യിൽ കാശ് വേണം, നല്ലൊരു ജോലിയും വേണം. സോ അതിന് വേണ്ടിയിട്ട് SSC MTS അല്ലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ 10 മാത്രം മതി ആ ഒരു ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനിൽ കേന്ദ്ര ഗവൺമെന്റിൽ
ഇതും ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. കേന്ദ്ര ഗവൺമെന്റിൽ നല്ലൊരു ജോലി സാധ്യതയുള്ള ഒരു ഒരു പോസ്റ്റാണ് SSC MTS 2025. അപ്പോൾ 2-5 വർഷം കഴിയുമ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്ത് നല്ല ഹൈ ലെവൽ പോസ്റ്റിലോട്ട് തന്നെ പോകാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് SSC MTS 2025. ഒരുവിധം എല്ലാവരും അപ്ലൈ ചെയ്യുന്നവരെല്ലാം എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക. ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെ അറിയാം അല്ലേ. അപ്പം അങ്ങനെയുള്ളവര് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ തുടങ്ങിക്കോളൂ. കാരണം ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് SSC MTS 2025 എക്സാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം SSC CGL 2025 എക്സാം ഡേറ്റ് ഇതുവരെ CGL SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അനൗൺസ് ചെയ്തിട്ടില്ല. സെപ്റ്റംബർ 1st വീക്കിൽ നടക്കും എന്ന് പറഞ്ഞ എക്സാമിൻ്റെ ഒരു ഫർദർ ഡീറ്റെയിൽസും ഒന്നും ആയിട്ടില്ല. അപ്പോൾ സെപ്റ്റംബർ 5 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എന്തായാലും എക്സാം എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ CGLും കഴിഞ്ഞ് CHSലും കഴിഞ്ഞ് മാത്രമേ SSC MTS കാണുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഒക്ടോബർ എൻഡോട് കൂടി നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി നിങ്ങളുടെ MTS എക്സാം. ഇനിയും കൂടി ഒരു 50 ദിവസത്തിലധികം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് കിടപ്പുണ്ട്. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 50 ദിവസം പോരെ മാത്സ്, റീസണിങ്, ക്വാളിഫയിങ് നേച്ചർ മാത്രമുള്ള ഈ ഒരു എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട്. ഇംഗ്ലീഷ് മെയിനായിട്ട് പഠിക്കുക, GK പഠിക്കുക. 2 സബ്ജക്റ്റ് നല്ല രീതിയിൽ തലകുത്തി നിന്ന് പഠിച്ച് നല്ല രീതിയിൽ മോക്കൊക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്തൂടെ. ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജോലി സ്വപ്നത്തിന് അടുത്തായിട്ട്. സോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ വർഷം മലയാളത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി AZ അക്കാഡമി SSC MTS 2025 കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന കോഴ്സുകളാണ്. റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമല്ല, ഇത് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു കോഴ്സിലൂടെ. ഫുൾ സിലബസും കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് PYQ ഡിസ്കഷൻ അല്ലെ. PYQs പ്രീവിയസ് ഇയർ ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തു തരും. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വന്നിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസ് സ്ട്രക്ചറാണ്. 1499 രൂപ മാത്രമേ ഉള്ളൂ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതോടൊപ്പമുള്ള ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുക. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് മടങ്ങി വരാം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് മടങ്ങി പോകാം. അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? NCERT launches Balvatika TV channel and Diksha 2.0 on 65th Foundation Day. അപ്പോൾ NCERT 65th ഫൗണ്ടേഷൻ ഡേയിൽ എന്തൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്? ബാലവാട്ടിക TV ചാനൽ. അപ്പോൾ ഏർലി ലേണേഴ്സിന് വേണ്ടിയിട്ട് ഒരു TV ചാനൽ NCERT ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? TV ചാനലിൻ്റെ പേരെന്താണ്? ബാലവാട്ടികയാണ് ഈ ഒരു ചാനലിൻ്റെ പേര്. ദെൻ ദീക്ഷ AI ഡ്രിവൺ മൾട്ടിലിംഗൽ സപ്പോർട്ട് ഏതാണ്? ദീക്ഷ 2.0 ആൻഡ് ഡിസബിലിറ്റി സ്ക്രീനിങ്ങിന് വേണ്ടി പ്രശാസ്ത് 2.0. അപ്പം 3 പ്ലാറ്റ്ഫോമുകൾ NCERT ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബാലവാട്ടിക TV ചാനൽ, ദീക്ഷ 2.0 ആൻഡ് പ്രശസ്ത് 2.0. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ, 3 പ്ലാറ്റ്ഫോമുകൾ NCERT ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ 65th ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് സെലിബ്രേറ്റ് 8th ഫൗണ്ടേഷൻ ഡേ. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPPB അവരുടെ 8th ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ്. സെപ്റ്റംബർ 1 അവരുടെ 8 സെപ്റ്റംബർ 1 2025 കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അവരവരുടെ 8th ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ എന്നാണ് ഈ ഒരു ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് നിലവിൽ വന്നത്? 2018 അത് നിലവിൽ വന്നത്. ഈ വർഷം അവരുടെ 8th ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. എയർ മാർഷൽ സഞ്ജീവ് ഗുറാഷ്യ അപ്പോയിന്റഡ് IAF മെയിൻ്റനൻസ് ഹെഡ്. അപ്പോൾ IAF എയർ ഓഫീസർ ഇൻചാർജ് മെയിൻ്റനൻസ് ഹെഡായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ ഓഫീസർ ഇൻചാർജ് മെയിൻ്റനൻസ് ഹെഡായിട്ട് സഞ്ജീവ് ഖുറേഷിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IAF ഹെഡ് ക്വാർട്ടേഴ്സ്, അതായത് എവിടെയാണ് IAF ഹെഡ് ക്വാർട്ടേഴ്സ്? ന്യൂഡൽഹിയിലാണ് IAFന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അവിടെ എയർ ഓഫീസർ ഇൻചാർജ് മെയിൻ്റനൻസ് ഹെഡായിട്ട് സഞ്ജീവ് ഖുറേഷിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്.
ഇന്ത്യൻ ആർമി ഡിപ്പാർട്ട് ഫോർ യൂത്ത് അഭ്യാസ് അപ്പൊ യൂത്ത് അഭ്യാസ് 2025 അലാസ്കയിൽ US-ലെ അലാസ്കയിൽ നടക്കാൻ പോകുന്ന യുദ്ധ അഭ്യാസിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി അവരുടെ ട്രൂപ്പുകളെയൊക്കെ തയ്യാറാക്കി പോകാൻ പോവുകയാണ്. സോ അതിന്റെ 21st എഡിഷൻ ആണ് അലാസ്കയിൽ നടക്കാൻ പോകുന്നത്. ഇന്ത്യ US ജോയിന്റ് മിലിറ്ററി എക്സസൈസ്. അപ്പൊ ഇന്ത്യ US ജോയിന്റ് മിലിറ്ററി എക്സസൈസ് യുദ്ധ അഭ്യാസ് 2025. ആരുമായിട്ടാണ്? ഇന്ത്യയും US-ഉമായിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് യുദ്ധ അഭ്യാസ്. സോ അത് എവിടാണ് നടക്കാൻ പോകുന്നത്, എവിടാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്? അലാസ്കയിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ആർമി ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട്. ടൈനി കമ്പ്യൂട്ടർ ടു എയ്ഡ് ഇന്ത്യസ് ഹണ്ട് ഫോർ കോസ്മിക് ഡോൺ സിഗ്നൽ. അപ്പോൾ എന്താണ് ഒരു ടൈനി കമ്പ്യൂട്ടർ, ഇന്ത്യയുടെ ആ ഒരു കോസ്മിക് സിഗ്നൽസിന്റെ ഒക്കെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഒരു ടൈനി കമ്പ്യൂട്ടർ ആര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയുടെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRI എന്താണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്ഡ് എ കോമ്പാക്ട് സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടർ ടു പവർ പ്രത്യൂഷ് മിഷൻ. അപ്പോൾ നമ്മുടെ സ്റ്റാർസിന്റെ ഒക്കെ ഫോർമേഷനും അതിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയിലുള്ള ഒരു സ്വപ്ന മിഷനാണ് പ്രത്യൂഷ് മിഷൻ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് RRI രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ടൈനി കമ്പ്യൂട്ടർ എന്താണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. marking a major step in India's effort to explore the early universe and understand the formation of first star and galaxy. അപ്പോൾ ഈ സ്റ്റാർസിന്റെ ഒക്കെ ഫോർമേഷൻ, യൂണിവേഴ്സിന്റെ ഒക്കെ ഫോർമേഷനും ആദ്യത്തെ സ്റ്റാർസിനെയും ഗാലക്സിയെയും കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ഇന്ത്യയുടെ ആ ഒരു എന്താണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ടൈനി കമ്പ്യൂട്ടർ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരാണ് അത് ഡെവലപ്പ് ചെയ്തത്? RRI അതായത് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണമാണ് എങ്കിലും പഠിക്കാൻ കുറച്ച് സമയം കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പെട്ടെന്നുള്ളൊരു വൺ ലൈനേഴ്സിലേക്ക് പോകാം. ഇന്ത്യൻ നേവീസ് INS കാട്ട്മട്ട് അറൈസ് ഇൻ പോർട്ട് മോസ്ബൈ. അപ്പോൾ പാപ്പുവ ന്യൂ ഗിനിയയുടെ ക്യാപിറ്റലായിട്ടുള്ള അവിടെയുള്ള പോർട്ട് മോസ്ബൈയിൽ നമ്മുടെ ഇന്ത്യൻ നേവൽ ഷിപ്പ് കാട്ട്മട്ട് അറൈവ് ചെയ്തിട്ടുണ്ട്. അവരുടെ 50ാമത് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നേവൽ ഷിപ്പ് എത്തിയിട്ടുണ്ട്? കാട്ട്മട്ട് എത്തിയിട്ടുണ്ട്. സോ ഫസ്റ്റ് എവർ റോബോട്ടിക് ലേസർ കാറ്ററാക്ട് സർജറി എന്താണ് എവിടെ അല്ലെങ്കിൽ ആരാണ് അത് കണ്ടക്ട് ചെയ്തത്? ഏഷ്യയിലെ തന്നെ ആദ്യത്തേത് ഏതാണ്? ആർമി ഹോസ്പിറ്റൽ R&R ആദ്യത്തെ രണ്ടാമത്തേത് ഫസ്റ്റ് എവർ റോബോട്ടിക് ലേസർ കാറ്ററാക്ട് സർജറി. സോ ഫസ്റ്റ് എവർ സ്പോർട്സ് ഗുഡ്സ് മാനുഫാക്ചറിംഗ് കോൺക്ലേവ് എവിടാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ സ്പോർട്സ് ഗുഡ്സ് മാനുഫാക്ചറിംഗ് കോൺക്ലേവ് നടന്നത്. അപ്പോൾ ഈ ഒരു ഇവന്റ് ചെയർ ചെയ്തത് ആരാണ്? ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏഷ്യയിൽ ടോപ്പ് നിൽക്കുന്ന രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ് ഏഷ്യയിൽ ടോപ്പ് നിൽക്കുന്ന. ഗ്ലോബലി സിംഗപ്പൂരിന്റെ റാങ്ക് എത്രയാണ്? ഗ്ലോബലി സിംഗപ്പൂരിന്റെ റാങ്ക് 6th റാങ്ക് ആണ്. അപ്പൊ ഇന്ത്യയുടെ റാങ്ക് 115 ആണ്. കഴിഞ്ഞ വർഷവും ഇന്ത്യ 2024 ഇന്ത്യയുടെ റാങ്ക് എന്തായിരുന്നു? 115 തന്നെയായിരുന്നു. അപ്പൊ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഐസ്ലാൻഡ് ആണ് ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. International Cricket Council partners with Google as second global women's only partner. അപ്പോൾ സെക്കൻഡ് ഗ്ലോബൽ വിമൻസ് only പാർട്ണർ ആയിട്ട് ICCA ആരുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്? ഗൂഗിളുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗ്ലോബൽ വിമൻസ് only പാർട്ണർ ആരാണ്? ICCയുടെ യൂണിലിവർ ആണ്. ഫസ്റ്റ് ഗ്ലോബൽ വിമൻസ് only പാർട്ണർ ആരാണ്? യൂണിലിവർ. സ്വാസ്തിക് ആൻഡ് ചിരാഗ് വിൻ ബ്രോൺസ് അറ്റ് BWF വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2020. അപ്പം സ്വാസ്തികിന്റെയും ചിരാഗും BWF വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2025 എന്ത് മെഡൽ കരസ്ഥമാക്കി? വെങ്കല മെഡൽ, ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. വേൾഡ് കോക്കനട്ട് ഡേ എന്നാണ് വേൾഡ് കോക്കനട്ട് ഡേ? സെപ്റ്റംബർ 2 വേൾഡ് കോക്കനട്ട് ഡേ. സോ നിവേശക് ദീദി ഫേസ് 2 സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിവേശക് ദീദി ഫേസ് 2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ് ലോഞ്ച് ചെയ്ത്? IEPFA ലോഞ്ച് ചെയ്തു. എവിടെയാണ് ഇത് ലോഞ്ച് ചെയ്തത്? ഹൈദരാബാദിലാണ് ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തത്. NCERT ലോഞ്ചസ് ബാലവാട്ടിക, ദീക്ഷ ആൻഡ് പ്രശസ്ത അല്ലേ? ഇത് മൂന്നും ഈ ഒരു പ്ലാറ്റ്ഫോമുകൾ ആര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്? NCERT ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബാലവാട്ടിക TV ചാനൽ, ദീക്ഷ 2.0 ആൻഡ് പ്രശസ്ത അല്ലേ? സോ അവരുടെ 65th ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായിട്ട് ഈ TV ചാനലും പോർട്ടലുകളും എല്ലാം NCERT ലോഞ്ച് ചെയ്തു.
ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ 8ാമത് ഫൗണ്ടേഷൻ ഡേ അവർ എന്ന് സെലിബ്രേറ്റ് ചെയ്ത് സെപ്റ്റംബർ 1 8th ഫൗണ്ടേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്തു. എയർ മാർഷൽ സഞ്ജീവ് ഖുറേഷി അപ്പോയിന്റ് IAF മെയിൻ്റനൻസ് ഹെഡ്. അപ്പൊ IAFന്റെ മെയിൻ്റനൻസ് ഹെഡ് ആയിട്ട് എയർ മാർഷൽ സഞ്ജീവ് ഖുറേഷിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ആർമി ഡിപ്പാർട്ട് ഫോർ യുദ്ധ അഭ്യാസ് 2025 ഇൻ അലാസ്ക. അപ്പോൾ US ഇന്ത്യ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആയിട്ടുള്ള യുദ്ധ അഭ്യാസ് 2025 വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ട്രൂപ്പ് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ഈ ഒരു മിലിറ്ററി എക്സസൈസ് യുദ്ധ അഭ്യാസം എവിടെയാണ് നടക്കാൻ പോകുന്നത്? അലാസ്കയിലാണ് നടക്കാൻ പോകുന്നത്. സോ ഇന്ത്യയുടെ കോസ്മിക് ഡോൺ സിഗ്നൽസിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും സ്റ്റാർസിനെ കുറിച്ച് അറിയാനും യൂണിവേഴ്സിന്റെ ഫോർമേഷനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒരു ടൈനി കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് ഓർഗനൈസേഷനാണ് ഡെവലപ്പ് ചെയ്തത്? രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRI ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, നമ്മുടെ ആഘോഷങ്ങൾക്കിടയിലും ഭാവി ആഘോഷമാക്കാനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ നേരുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്